2-3 ആഴ്ച എനിക്ക് വളരെ മോശപ്പെട്ട ദിവസങ്ങളായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം വളരെ മോശം. കാരണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറന്നില്ലേ. പിന്നെ ഇത് മാതാശ്രീ 2 ദിവസം മുമ്പ് ഒരു പുതിയ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് അടിച്ചു മാറ്റിയതിൻ്റെ പട്ടിഷമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി കുലുങ്ങി പോകുന്നത്. അയ്യോ, ഈ ബസ്സിനെ ഇപ്പം എന്തെങ്കിലും ചെയ്യും. അല്ല, ബസ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല, റോഡിനെ പറഞ്ഞാൽ മതിയല്ലോ. ഈ കുണ്ടും കുഴിയും കാണാൻ മര്യാദക്കൊന്നും വീഡിയോ ഒരു എടുക്കാൻ പറ്റണില്ല. ആഹാ, എന്താ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കാണ്ട് ആ ബസ്സിന് അങ്ങോട്ട് ഇറങ്ങിയാട്ടെ, സ്ഥലമൊക്കെ എത്തി. അത് ശരിയാണല്ലോ. ദേ ആ പോന്ന മുതൽ കണ്ടോ? അതിനെന്തിനാ ഈ കൈ മുറുക്കി പിടിച്ചിരിക്കുന്നതെന്ന് അറിയോ? അല്ലെങ്കിൽ അത് കൈവിട്ടോടാ. അങ്ങനെ ഞങ്ങൾ ഈ 4, 2, 8 കാലും ഉണ്ട് പോകുന്നത് കണ്ണൂർക്കാരുടെ സ്വന്തം സ്വകാര്യ രഹസ്യമായ, ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് കൂടെ ഇപ്പോൾ ഇവിടെയുള്ള ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയവരെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ, പാവ എൻ്റെ കാല്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് അകത്തുനിന്ന് പുറത്തേക്കുള്ള വഴി നോക്കിയിട്ട് പുറത്ത് പോയിട്ട് കാല് നനച്ചിട്ട് പിന്നെ അകത്തേക്ക് കയറിയിട്ടോ. എന്താ അല്ലേ, എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെ മുത്തപ്പനെ കണ്ടിട്ട് മുത്തപ്പനോട് പറയാനുള്ള പരിവവും പരാതിയൊക്കെ പറഞ്ഞു. അങ്ങനെ മാതാശ്രീയും ഞാനും പിതാശ്രീയും അനിയനും വേറെ ക്യൂവിൽ നിന്നു. എന്തിനാ? വല്ലതും ഞം കഴിക്കണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്ക എന്നെ ക്യാമറയിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞുപോയി. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ ക്യൂവിൽ നിന്നിട്ട് എങ്ങനെയൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് കിട്ടിയ സൈഡിൽ നിന്ന് ഞം കഴിച്ചു. അങ്ങനെ കണ്ണൂരിനും മുത്തപ്പനും ഒരു ബൈ ഒക്കെ കൊടുത്തിട്ട് ബസ്സിനൊരു ഹായും കൊടുത്തിട്ട് ബസ് കയറി. ആഹാ, പിന്നെയും എന്താ പ്രകൃതി ഭംഗി. അങ്ങനെ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ വീട്ടിൽ നിന്ന് വെറും കയ്യാലെ വരാറില്ല കേട്ടോ. കുറച്ച് ചോക്ലേറ്റ് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ആരെ ചോക്ലേറ്റാണ്? ഞങ്ങളെ ചോക്ലേറ്റ് തന്നെയാണ്. പിന്നെ പുറത്ത് എവിടേക്കെങ്കിലും പോയാൽ ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അതല്ലേ അതിൻ്റെ ഒരു ആചാരം. അങ്ങനെ എൻ്റെ മാതാശ്രീക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ കയറി കേട്ടോ. ഞാൻ എൻ്റെ പിതാവിനോടും മാതാവിനോടും അങ്ങോട്ട് തന്നെ പറഞ്ഞു, എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഡ്രസ്സ് വേണ്ട. അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതിരുന്ന ഭാഗ്യം.